ദില്ലി ദാലിയുടെ നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. എണ്ണയാൽ സമ്പന്നമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE ഒപെക് രാജ്യസഖ്യത്തിൽ നിന്നും പിന്മാറിയതിനെക്കുറിച്ചാണ് ഈ ലക്കം പോഡ്കാസ്റ്റ് പരാമർശിക്കുന്നത്. എങ്ങനെ ആ തീരുമാനം ഇന്ത്യയെ സ്വാധീനിക്കുന്നു എന്നുള്ളതും ഈ പോഡ്കാസ്റ്റ് പരിശോധിക്കാൻ ശ്രമിക്കുന്നതാണ്. പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദില്ലി ദാലി പോഡ്കാസ്റ്റിനെയും ആമുഖമായി ഞാൻ പറയാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക് എന്ന സംഘടനയിൽ നിന്നും UAE എന്തുകൊണ്ട് പിന്മാറുന്നു? ആദ്യമായി നമുക്ക് ഒപെക് എന്ന ഈ സംഘടന ഉണ്ടായ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഒന്ന് പോകാം. 1960 ഈ സംഘടന നിലവിൽ വന്നത്. അന്ന് ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ, വെനിസ്വേല എന്ന രാജ്യങ്ങൾ ചേർന്നുണ്ടായതാണ് ഒപെക് എന്നുള്ള സംഘടന. ഒപെക് എന്ന ഈ സംഘടന ഉണ്ടായതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ നാം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നോക്കേണ്ടത് ഇത് എണ്ണയുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം മാത്രമല്ല, ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ പാശ്ചാത്യ കോയ്മയ്ക്കെതിരെ നടത്തിയ ഒരു പ്രതിരോധ പ്രവർത്തനം കൂടിയായിരുന്നു ഒപെക് എന്ന സംഘാടനം എന്നത് നാം കാണണം. വെനിസ്വേലയെ പോലെയുള്ള രാജ്യങ്ങളും ഇതിൽ അംഗമായിരുന്നു. ഒരു പോസ്റ്റ് കൊളോണിയൽ അസേർഷൻ എന്ന ഈ തീരുമാനത്തിനെ നമുക്ക് കാണാവുന്നതാണ്. കൊളോണിയൽ കാലത്ത് ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിന് മുകളിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക്, യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്കും ഉണ്ടായിരുന്ന വലിയ കോയ്മയെ അവസാനിപ്പിക്കുവാൻ വേണ്ടി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ എടുത്ത ഒരു തീരുമാനമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയല്ല. ഇത് രാഷ്ട്രീയവും സ്വയം നിർണയാവകാശവും സ്വാതന്ത്ര്യവും വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റേതായിട്ടുള്ള സ്വഭാവം ഒപെക് എന്ന സംഘടനയുടെ ഫോർമേഷൻ ഉണ്ട് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. 1960 ഈ സംഘടന രൂപപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് UAE ഇതിൽ ആകാതിരുന്നത് എന്നുള്ളത് പറഞ്ഞാൽ അന്ന് UAE ഇല്ലാതിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. ഇനി മറ്റൊരു കാര്യം, ഇന്ന് UAEയിലുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അന്ന് അതിൽ അംഗമാകാതിരുന്നത് എന്നന്വേഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു ഇപ്പോൾ UAEയിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങളെ അന്ന് വിളിച്ചിരുന്നത്. അതിനുള്ള കാരണം 1820 മുതൽ 1892 വരെ നാവിക സഖ്യങ്ങളിലൂടെ ബ്രിട്ടനുമായി കരാറുണ്ടാക്കിയിരുന്ന രാജ്യങ്ങളായിരുന്നു ഇന്ന് UAEയിൽ അംഗമായിട്ടുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും എന്നുള്ളതാണ്. അതായത് സ്വന്തമായ തീരുമാനമെടുക്കുവാൻ അധികാരമില്ലാതിരുന്ന രാജ്യങ്ങളായിരുന്നു ഇന്ന് UAEയിൽ അംഗമായിട്ടുള്ള അബുദാബി ആയിക്കൊള്ളട്ടെ, ദുബായ് ആയിക്കൊള്ളട്ടെ, ഫുജൈറ ആയിക്കൊള്ളട്ടെ, ഷാർജ ആയിക്കൊള്ളട്ടെ, അജ്മാൻ ആയിക്കൊള്ളട്ടെ. ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമില്ലായിരുന്നു. ബ്രിട്ടൻ്റെ അനുവാദം വേണമായിരുന്നു എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും. 1971 മാത്രമാണ് UAE നിലവിൽ വന്നത്. UAEയിലെ ഏറ്റവും പ്രബല രാജ്യമായ അബുദാബി 1967 തന്നെ ഒപെക്കിൽ അംഗമായിരുന്നുവെങ്കിലും UAE ആസ് എ കൺട്രി ഒപെക് രാജ്യസഖ്യത്തിൽ അംഗമാകുന്നത് 1971 മാത്രമാണ്. ഇനി നമുക്ക് 1971 ശേഷമുള്ള എണ്ണ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഒപെക് രാജ്യങ്ങൾക്കുണ്ടായിരുന്ന ശക്തി എന്തായിരുന്നു എന്നൊന്ന് പരിശോധിക്കാം. ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ 30-40% ഉൽപ്പാദിപ്പിക്കുന്നത് ഒപെക് രാജ്യങ്ങളിൽ നിന്നാണ് എന്നത് നാം ഓർക്കണം. അതിനാൽ ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറച്ചാൽ ലോകത്തിൽ എണ്ണയ്ക്ക് വില കൂടുന്ന അവസ്ഥ, ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കൂട്ടിയാൽ ലോകത്തിൽ എണ്ണയ്ക്ക് വില കുറയുന്ന സാഹചര്യം. അതുകൊണ്ട് ലോകത്തിലെ എണ്ണയുടെ വിലയെ പൂർണ്ണമായും ഏതാണ്ട് നിർണ്ണയിക്കുവാനുള്ള ശേഷി 1971 ശേഷം ഈ ഒപെക് രാജ്യങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വാണിജ്യ പ്രാധാന്യം ഒപെക് രാജ്യങ്ങളുടെ. എന്നാൽ 1973 ഒരു സവിശേഷ അന്താരാഷ്ട്ര സാഹചര്യം ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. 1973 ഒപെക് രാജ്യങ്ങളിലെ അറബ് രാഷ്ട്രങ്ങൾ ഒരു തീരുമാനമെടുത്തിരുന്നു. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾക്ക് എണ്ണ കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്ന ഒരു തീരുമാനമായിരുന്നു ഒപെക് രാജ്യങ്ങളിലെ അറബ് രാഷ്ട്രങ്ങൾ ഒരു തീരുമാനമെടുത്തത്. അത് ആദ്യമായി ലോക വാണിജ്യത്തിൽ
എണ്ണയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ആഗോള രാഷ്ട്രീയ ബലതന്ത്രം ഉണ്ടായ അവസരമായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഒപെക് രാജ്യങ്ങളുടെ സഖ്യത്തിൽ നിന്നും UAE പിന്മാറുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിക്കാം. ഇതിനു മുമ്പ് 2019 ഖത്തർ ഒപെക്കിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയതാണ്. ഇപ്പോൾ UAE ഇതിന് നിർബന്ധിപ്പിക്കുന്നത് ഒന്നിൽ കൂടുതൽ കാരണങ്ങളാലാണ്. ഒന്ന്, സ്വന്തം രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ വിൽക്കുന്നതിൽ ഒരു സ്വാതന്ത്ര്യം UAE അനുഭവിക്കുന്നില്ല എന്നുള്ളത് UAE കുറേ നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരാതിയാണ്. അതായത് ഒപെക് രാജ്യങ്ങൾ തീരുമാനിക്കണം, സൗദി പോലെയുള്ള ശക്തമായ രാഷ്ട്രങ്ങൾ തീരുമാനിക്കണം എണ്ണയുടെ വില എന്തായിരിക്കണം, ഏത് രാജ്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാകണം എന്നുള്ളതെല്ലാം. അതിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള ഒരു ആഗ്രഹം UAEക്ക് കുറേ നാളായിട്ടുണ്ടായിരുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാരണം. മറ്റൊന്ന്, സുഡാനിലും യമനിലും നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ UAEയും സൗദി അറേബ്യയും രണ്ട് ചേരി തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തേതും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഘടകം ഇറാനിൽ നടക്കുന്ന യുദ്ധമാണ്. ഇറാനെതിരെ ഇസ്രായേലും US-ഉം നടത്തുന്ന ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് UAE തന്നെയാണ്. UAEയെ ഒട്ടുമുക്കാലും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു യുദ്ധമായി ഇറാനിലെ യുദ്ധം മാറിക്കഴിഞ്ഞു. ഉദാഹരണത്തിന്, ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന വലിയ നിയന്ത്രണം എങ്ങനെയാണ് ലോകത്തിലെ എണ്ണ വ്യാപാരത്തിനെ ബാധിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ UAEയെ സംബന്ധിച്ചിടത്തോളം ഫുജൈറ വഴി ഒരു പുതിയ മാർഗം ഉണ്ടാക്കാനും ആ മാർഗം കൂടുതൽ ഉപയോഗപ്പെടുത്താനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും എല്ലാം പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. ഇത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2027 ആകുമ്പോഴേക്കും ഒരു ദിവസം 3 to 5 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷി UAEക്ക് ഉണ്ടാകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് UAE ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിന് ശേഷമുണ്ടാകുന്ന ലോകത്തിൽ എണ്ണ വാണിജ്യ രംഗത്തിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടാനുള്ള UAEയുടെ രാഷ്ട്രീയ തീരുമാനമാണ് ഈ ഒപെക്കിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ തെളിഞ്ഞു കാണുന്നത്. ഇനി ഈ തീരുമാനം ഇന്ത്യയെ എങ്ങനെ ബാധിക്കും, ഇന്ത്യക്ക് ഗുണകരമാകുമോ അല്ലയോ എന്നുള്ള നിരീക്ഷണങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോകാം. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത അസംസ്കൃത എണ്ണയുടെ 10% UAEയിൽ നിന്നായിരുന്നു. ഇപ്പോൾ 2025-26 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ നോക്കിയാൽ ഈ 10% എന്ന് പറയുന്നത് 10.6% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് കാണാം. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ 30-35% വരെ ഇപ്പോഴും വരുന്നത് റഷ്യയിൽ നിന്നാണ് എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. ഏതായാലും UAE എടുക്കുന്ന ഈ പുതിയ തീരുമാനം, ഈ സ്വതന്ത്ര തീരുമാനം ഇന്ത്യക്ക് എണ്ണ വാണിജ്യ രംഗത്ത് കൂടുതൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കുവാൻ ഒരു രാജ്യം കൂടി നമ്മുടെ സഖ്യമായി വരും. നമുക്ക് സ്വതന്ത്രമായി എണ്ണ വിപണനം നടക്കാൻ ഒപെക് രാജ്യങ്ങളുടെ നിബന്ധനകളൊന്നുമില്ലാതെ തന്നെ നമുക്ക് നേരിട്ട് UAEയുമായി ഇടപെടാനുള്ള ഒരു അവസരമുണ്ടാകുന്നു എന്നുള്ളത്. ഇന്ത്യ അത് ഗുണപ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന നിരീക്ഷണങ്ങൾ എണ്ണ വാണിജ്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകൾ പറയുന്നുണ്ട്. നമ്മുടെ ലോകം 7 മിനിറ്റിൽ എന്ന ദില്ലി ദാലിയുടെ പോഡ്കാസ്റ്റ് പരമ്പരയിലെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. കേട്ട സുമനസ്സുകൾക്ക് നന്ദി. സ്നേഹപൂർവ്വം, S. ഗോപാലകൃഷ്ണൻ.